സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റുള്ള മരണങ്ങള് തുടർക്കഥയാകുന്നതിനിടെ തൃശൂര് കുതിരാനില് വനംവകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ജനവാസ മേഖലയോട് ചേർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥര് പാമ്പുകളെ തുറന്നുവിടുന്നു എന്നാരോപിച്ചാണ് നാട്ടുകാര് വാഹനം തടഞ്ഞത്. ഭീതി പടർത്തുന്ന ഈ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് പ്രദേശത്തുയരുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് കുതിരാന് ക്ഷേത്രപരിസരത്ത് പാമ്പുകളെ തുറന്നുവിടാനെത്തിയ വനംവകുപ്പിന്റെ വാഹനം നാട്ടുകാര് തടഞ്ഞത്. പാണഞ്ചേരി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടികൂടിയ പാമ്പുകളെ വനാതിർത്തിയോട് ചേർന്നുള്ള ഈ ജനവാസ മേഖലയിൽ ഉപേക്ഷിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഉദ്യോഗസ്ഥരെ തടയുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങള് ഇതിനോടകം പുറത്തുവന്നിട്ടുണ്ട്. പാണഞ്ചേരി പഞ്ചായത്തിലെ പല സ്ഥലങ്ങളിലും വനംവകുപ്പ് ഇത്തരത്തില് മൂർഖന്, രാജവെമ്പാല തുടങ്ങിയ അപകടകാരികളായ പാമ്പുകളെ തുറന്നുവിടുന്നതായി പരാതിയുണ്ട്. ഇങ്ങനെ തുറന്നുവിടുന്ന പാമ്പുകള് തൊട്ടടുത്തുള്ള വീടുകളിലും പറമ്പുകളിലും കയറുന്നത് വലിയ സുരക്ഷാഭീഷണിയാണ് ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ ഒരു ശൗചാലയത്തില് വെച്ച് 2.5 വയസ്സുകാരന് പാമ്പുകടിയേറ്റ സംഭവം നാട്ടുകാരെ കൂടുതൽ പ്രകോപിപ്പിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം സൗകര്യാർത്ഥം ജനവാസ കേന്ദ്രത്തിന് സമീപം പാമ്പുകളെ വിടുന്നത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. തൃശൂര് ജില്ലയുടെ വിവിധ ഭാഗങ്ങളില് പാമ്പ് ശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത്തരം നടപടികള് ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കുകയാണ്. തൃശൂര് കോടാലിയില് പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരന് മരിച്ച സംഭവം നൽകിയ ഞെട്ടലുമാറുന്നതിനു മുൻപാണ് കുതിരാന് മേഖലയിലും പാമ്പുകള് ജനങ്ങൾക്ക് ഭീഷണിയാകുന്നത്. വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണെങ്കിലും പാമ്പുകളെ തുറന്നുവിടുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും ജനങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കണമെന്നുമാണ് പാണഞ്ചേരി നിവാസികളുടെ ആവശ്യം. വനംവകുപ്പ് ഈ വിഷയത്തില് അടിയന്തരമായി ഇടപെട്ടില്ലെങ്കില് ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടുപോകാനാണ് നാട്ടുകാരുടെ തീരുമാനം.